19 തിരുവാക്യം, ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അപ്പം ഏതിലെ വ്യാപരിക്കണേന്ന് നോക്കണം. ജഡത്തിൻ്റെ വ്യാപാരത്തിലാണോ ആത്മാവിൻ്റെ ഫലങ്ങളിലാണോ? ആത്മാവിൻ്റെ ഫലങ്ങൾ: സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, ഔദാര്യം, അടക്കം, ശുദ്ധത. ആത്മാവിൻ്റെ ഫലങ്ങളിൽ വ്യാപരിക്കണം. അല്ലെങ്കിൽ പിന്നെ ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എന്തൊക്കെയാണ് അത് ഓൾറെഡി അറിയാമെന്ന് പറയുന്നത്. 19 തിരുവാക്യത്തിൽ ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അറിയുമോ? ഡു യു നോ? വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മദിരോത്സവം, ഇവയും ഈ ദൃശ്യമായ മറ്റു പ്രവൃത്തികളുമാണ്. ഇതൊക്കെ ജഡത്തിൻ്റെ വ്യാപാരങ്ങളാണ്. ഇതിൽ വ്യാപരിക്കുന്നുണ്ടോ? ഇതിൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ശരിക്കും പ്രാർത്ഥിക്കാൻ പറ്റുക? പിന്നെ എങ്ങനെയാണ് ജീവനും സമാധാനമൊക്കെ അനുഭവിക്കാൻ പറ്റുക? ഇവിടെ കൃത്യം പറഞ്ഞിട്ടുണ്ട്, ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ലെന്ന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് നൽകിയ താക്കീത് ഇപ്പോഴും ആവർത്തിക്കുന്നു. 24 തിരുവാക്യം, യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിനുള്ളവരാണെങ്കിൽ ജഡത്തെ ക്രൂശിച്ചിരിക്കുന്നു. ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. പിന്നെ അവിടെ ഉണ്ടാവാൻ പാടില്ല. ആത്മാവിനാൽ നിഹനിക്കണം ശരീരത്തിൻ്റെ പ്രവണതകളെ. പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം, കൃപ വേണം, ജ്ഞാനം വേണം, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി വേണം. ദ ഫയർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളിലെ രൂപാന്തരം വരുത്തുന്ന ഊർജമാണ് ആ അഗ്നി. ദി എനർജി which transforms, the transforming energy of the Holy Spirit, the fire of the Holy Spirit. അതൊക്കെ സ്വീകരിക്കണം. ചോദിപ്പിൻ തരപ്പെടും എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിനെ ചോദിക്കണം. മാമോദീസയിൽ നമുക്ക് ലഭിച്ചു. സ്ഥൈര്യലേപനത്തിൽ സ്ഥൈര്യപ്പെടുത്തി, മെച്ചുവറാക്കി, പക്വത തന്നു. പിന്നെ എന്ത് പറ്റി? ഉജ്ജ്വലിപ്പിക്കണം. വിശ്വാസത്തിൻ്റെ ജീവിതം ജീവിക്കണം, പ്രത്യാശയുടെ ജീവിതം. ഗലാത്യ 6:8, സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും. സ്വന്തം ജഡത്തിനായിട്ട് വിതച്ചാലേ, ജഡത്തിൻ്റെ കാര്യങ്ങളിൽ ഇങ്ങനെ മുഴുകി അതിലൊക്കെ ടൈമും എനർജിയും ഇൻവെസ്റ്റ് ചെയ്താൽ, നിക്ഷേപിച്ചാൽ ജഡത്തിൽ നിന്ന് തന്നെ നാശം കൊയ്തെടുക്കും. 6:8, സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും. ആത്മാവിനായി വിതയ്ക്കുന്നവനാകട്ടെ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും. അപ്പോൾ നമ്മൾ എന്താണ് വിതയ്ക്കുന്നത്, എന്താണ് കൊയ്തെടുക്കുക എന്നുള്ളതാണ്. കൊയ്ത്തിൻ്റെ കാലത്ത് എന്താ എനിക്കിത് കിട്ടിയെന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. എന്താ വിതച്ച് അതിനനുസരിച്ചല്ലേ കൊയ്യുക. അപ്പോൾ ജഡത്തിനായി വിതയ്ക്കുന്നത് നിർത്താം, ആത്മാവിനായി വിതയ്ക്കാം. അപ്പോൾ ആത്മാവിൽ നിന്ന് നിത്യമായ ജീവൻ കൊയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു പുതിയ സൃഷ്ടിയായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കട്ടെ. യോഹന്നാൻ ശ്ലീഹ എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിൽ നിന്ന് ജനിക്കുമ്പോൾ പാപം ചെയ്യാൻ പറ്റില്ല, ദൈവത്തിൽ വസിക്കുമ്പോൾ പാപം ചെയ്യാൻ പറ്റില്ല. ദൈവത്തിൽ നിന്ന് ജനിക്കണം, ഒരു പുതിയ സൃഷ്ടിയാവണം, പഴയ കാര്യങ്ങളൊക്കെ ക്രൂശിക്കണം, ഒരു ട്രാൻസ്ഫർമേഷൻ, ഒരു രൂപാന്തരം വരണം, ദൈവത്തിൽ വസിക്കണം. പരിശുദ്ധ കുർബാനയിലൂടെയൊക്കെ ദൈവം നമ്മുടെ ഉള്ളിലേക്ക് വസിക്കാനായിട്ട് വരുന്നു. നമ്മളും ദൈവത്തിൽ വസിക്കണം. മുന്തിരിച്ചെടിയും ശാഖകളും, ശാഖ തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കണം, ഈശോയിൽ വസിക്കണം, ഈശോയുടെ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് നടക്കണം, ധ്യാനിച്ചുകൊണ്ട് നടക്കണം, പുണ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം, ജഡികത കൈവിടണം. അപ്പോഴൊക്കെയാണ് നമുക്ക് സമാധാനവും സന്തോഷവും ജീവൻ, ശക്തി, പവർ ഇതിലൊക്കെ ജീവിക്കാനായിട്ട് സാധിക്കുക. പിന്നെ നമ്മുടെ പാസ്റ്റ്, ഭൂതകാലം എങ്ങനെയായാലും ചേഞ്ച് ആവാനായിട്ട് നമ്മൾ ഒരു ചോയ്സ് എടുക്കണം. എഫെസോസ് 2-3 തിരുവാക്യം, അനുസരണക്കേടിൻ്റെ ഈ മക്കളോടൊപ്പം ഒരു കാലത്ത് നമ്മളും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് ജഡമോഹങ്ങളിൽ ജീവിച്ചു. അപ്പോൾ പാസ്റ്റിൽ ജഡമോഹങ്ങളിൽ ജീവിച്ച ഒരു ഇതുണ്ടായിരിക്കാം. നമ്മളും മറ്റുള്ളവരെ പോലെ സ്വഭാവേന ക്രോധത്തിൻ്റെ മക്കളായിരുന്നു.
എന്നാൽ നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോടുകൂടെ നമ്മെ ജീവിപ്പിച്ചു. കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. അപ്പോൾ കൃപയും സത്യവുമാകട്ടെ യേശുക്രിസ്തു വഴി ഉണ്ടായി. അപ്പോൾ ആ കൃപ നമുക്ക് തന്നിട്ടുണ്ട്. പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ ഒഴുകി. അപ്പോൾ ആ കൃപ സ്വീകരിക്കണം. പൂർണ്ണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കുന്നു. അപ്പോൾ പൂർണ്ണമായവ ഉദിപ്പിക്കണം, അപൂർണമായവ അസ്തമിക്കട്ടെ.